അതിനുശേഷം അവനെ ഒന്നും ആലോചിക്കാതെ ഇവന്റെ ഇഷ്ടം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പെട്ടെന്ന് ബൻഹിയെ കിസ് ചെയ്യും. ഇത് കണ്ട് മറ്റുള്ള ഷോക്കായി നിൽക്കുമ്പോഴാണ് ഹൊൻജയാണ് ബൻഹിയെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവളാണ് ദേഷ്യത്തി ഇവനവിടെ വെച്ച് കിസ് ചെയ്തത് മറ്റവളെ വെറുപ്പിക്കാൻ വേണ്ടിയാണെന്ന് ചോദിക്കുമ്പോൾ ഇവനാണ് ആ ഉദ്ദേശത്തിലൊന്നല്ല നിന്നെ കിസ് ചെയ്തെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വരും. അപ്പോഴാണ് അവളും ദേഷ്യത്തി ഇവനോട് ഇപ്പൊ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവള് വീട്ടിലേക്ക് അങ്ങ് ചെല്ലും. അങ്ങനെ വീട്ടിലേക്ക് ചെന്നിട്ട് അവൾ കുറെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അടുത്ത ദിവസം ഹൊൻജയും ഇവളോട് സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി വരും. അപ്പോഴാണ് ഇവളാണ് അവനെ കണ്ട് പുറത്തേക്ക് വിളിച്ചോണ്ട് സംസാരിക്കുമ്പോൾ ഇന്നലെ ആ സംഭവം നടന്നുകൊണ്ട് അപ്പൊ ഇവർ തമ്മിൽ ഇപ്പൊ ഡേറ്റ് ചെയ്യണം ചോദിക്കും. അങ്ങനെ അത് കേട്ട് അവനൊന്നും പറയാൻ പറ്റാതിരിക്കുമ്പോൾ അവളാണ് എങ്കിൽ പിന്നെ അപ്പൊ നീ യൂസ് ചെയ്ത് ഞാൻ വിചാരിച്ചു നീ മറ്റുള്ളവർ പോലെ നല്ലെന്ന്, പക്ഷെ നീ അവരെ പോലെ തന്നെ എന്നിന് ഇവളും വിഷമിച്ച് അവിടെ നോക്കുമ്പോൾ ഇവൻ എന്തോ പറയണമെന്ന് അറിയാതെ സൈലന്റ് ആയിട്ടിരിക്കും. അതേസമയം ഇവിടെ ജീവനാണ് ഇന്നലെ ബൻഹിയുടെ ലിപ്സ്റ്റിക് കൊടുക്കാൻ വേണ്ടി അവൻ ആ സ്ഥലത്ത് വന്ന് കാണും. അതുകൊണ്ട് അവർ തമ്മിൽ ഇങ്ങനെ കിസ് ചെയ്തൊക്കെ ആലോചിച്ച് അവനിങ്ങനെ അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്കാണ് ബൻഹി വരും. അപ്പനാണ് അവനും ഇന്നലെ കാറ് വെച്ച് ഇവളുടെ ലിപ്സ്റ്റിക് മറന്നു വെച്ചെന്ന് പറഞ്ഞ് ഇവളുടെ കൊടുക്കുമ്പോഴാണ് അവളാണ് ഇന്നലെ ഹൺജയായിട്ട് പാസ്ത കഴിക്കാൻ പോയില്ലെന്ന് പറയും. അപ്പനാണ് ഇത് കേട്ട് ഇവനും എങ്കിൽ പിന്നെ നീ എന്നെ വിളിച്ചു പറഞ്ഞുകൂടായിരുന്നു, ഞാൻ തന്നെ നിന്നെ വീട്ടിൽ കൊണ്ടാക്കായിരുന്നല്ല എന്നിന് അവനും പറയുമ്പോൾ അവളിപ്പോ ലീഡറിന്റെ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അവന് ബായ് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവിടെ മീറ്റിംഗ് വെച്ചും ഇവർ തമ്മിൽ ഇങ്ങനെ കണ്ട് സംസാരിക്കാതിരിക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ കൂട്ടുകാരനാണ് പാവക്കുട്ടിയായിട്ട് ആക്ട് ചെയ്യാൻ നമ്മുടെ ഹൊൻജ ഉണ്ടെന്ന് പറഞ്ഞ് അവന് ഒരു 8ന്റെ പണി ഞാൻ കൊടുക്കും. അങ്ങനെ ഇവർ ആർട്സ് ഫെസ്റ്റിവലിന്റെ നോട്ടീസ് കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വന്ന ജീവനാണ് ബൻഹിയുടെ ഫ്രണ്ട്സിനെല്ലാം കോഫി വാങ്ങിച്ചു കൊടുത്തിട്ട് അവൻ ഈ നോട്ടീസ് കൊടുക്കാൻ സഹായിക്കാന്ന് പറയും. അങ്ങനെ ഇവൻ വന്ന് നിന്നുടനെ എല്ലാ ഗേൾസും കൂടെ അടിച്ചുകൂടി ആ നോട്ടീസൊക്കെ വാങ്ങിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് ബൻഹിയും കുറച്ചും കൂടെ നോട്ടീസ് എടുത്തോണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഈ സമയം നോക്കി ജീവൻ ഹൊൻജയുടെ ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ് അവനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് ചെല്ലും. അതിനുശേഷം ജീവനാണ് ഇവൻ സീരിയസ് ആയിട്ട് പ്രണയിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെന്തിനാ അവളുടെ വിശ്വാസം ഇല്ലാതാക്കിയും ചോദിക്കും. അങ്ങനെ അവളെ ചുമ്മാ മണ്ടിയാക്കലെന്ന് പറഞ്ഞ് ജീവൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകും. അതിനുശേഷം ബൻഹി ഇവിടെ ഹൊൻജയെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് വന്ന ജീവനും പുറത്തുപോയി നമുക്ക് കോഫി കുടിക്കാന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് പോകും. അതിനുശേഷം ഇവളുടെ കൂട്ടുകാരായിട്ടൊക്കെ സംസാരിക്കുമ്പോഴാണ് ജീവനാണ് ഇവരടുത്ത് പാർട്ടി വെക്കാൻ പോവാണ് അടുത്തായിട്ട് ഇവന്റെ വീട്ടിൽ വരാൻ പറയും. അപ്പോഴാണ് അവരാണ് ഇവന്റെ അനിയത്തിക്ക് അത് ശല്യമായിട്ട് മാറത്തില്ലെന്ന് പറയുമ്പോൾ അവൻ അനിയത്തി അച്ഛനമ്മയുടെ കൂടെ താമസിക്കാന്ന് പറഞ്ഞ് തൽക്കാലം ഇവന്റെ വീട്ടിൽ ആരില്ലെന്ന് പറയും. അതുകൊണ്ട് അവെല്ലാം ഇവന്റെ വീട്ടിൽ പാർട്ടി ചെയ്യാൻ തീരുമാനിക്കും. അതേസമയം ഇവിടെ ഹൊൻജയുടെ കൂട്ടുകാരനും മറ്റവളുടെ നാടകം കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അവിടെ റോമിയോ ജൂലിയറ്റിന്റെ നാടകം കണ്ട് ഇവ മൊത്തത്തിൽ ഇമോഷണലായി പോകും. അതിനുശേഷം അവൾക്ക് കൺഗ്രാജുലേഷൻ പറയാൻ വേണ്ടി ഇവന് ഫ്ലവേഴ്സ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് അവൾ അകത്ത് അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ട് സംസാരിക്കുന്ന ഇവൻ കണ്ട് മൊത്തത്തിൽ തകർന്നു പോകും. എന്നിട്ട് ജീവൻ ഇവരെയൊക്കെ അവന്റെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകുമ്പോഴാണ് വഴി വെച്ച് ഹൊൻജ ഒറ്റയ്ക്ക് ആ നോട്ടീസ് കൊടുക്കുന്നുണ്ട് ഇവളുടെ കൂട്ടുകാരാണ് നമുക്ക് സഹായിക്കാൻ അറിയും. അപ്പോഴാണ് ഹൊൻജയും അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് ഇവരെ പറഞ്ഞയക്കാൻ നോക്കുമ്പോൾ ബൻഹിയും അവൾക്ക് സമയമില്ലെന്ന് പറഞ്ഞിട്ട് അവൾ മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് ചെല്ലും. അതിനുശേഷം ഇവിടെ ഇവരെല്ലാരും കൂടെ ജീവോന്റെ വീട്ടിൽ നിന്ന് പാർട്ടി ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം അവളുടെ ഫ്രണ്ട്സിന് മനസ്സിലാവും ഇവിടെ ജീവൻ സത്യത്തിൽ ബൻഹിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാ ഇവരെയും കൂടെ വിളിച്ചു വരുത്തിയെന്ന്. അതേസമയം കൂട്ടുകാരനാണ് ബൻഹിയുടെ കൂട്ടുകാരിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഹൊൻജയോട് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ പ്രൊപ്പോസിന് പോലും പോകാൻ ഞാൻ റിജക്റ്റ് ആയിന്ന് ഇവൻ ഇവിടെ നിന്ന് വിഷമിക്കുമ്പം ഇത് കേട്ട് ഹൊൻജയും അതിനേക്കാളും വല്ല ദുരന്തത്തില ഞാൻ ഇവിടെ ഉള്ളെന്ന് പറഞ്ഞ് അവന് ബൻഹി ഓർത്ത് കരയാൻ തുടങ്ങും. അങ്ങനെ അവസാനം വിഷമങ്ങൾ പറഞ്ഞ കൂട്ടുകാരനായിരിക്കും ഹൊൻജയെ ആശ്വാസപ്പെടുത്തുന്നത്. അങ്ങനെ അതിനുശേഷം പാർട്ടിയൊക്കെ ചെയ്തിട്ട് ബൻഹിയുടെ ഫ്രണ്ട്സ് അവിടെ കിടന്നുറങ്ങുമ്പോഴാണ് ഇവളാണ് ഇവരാദ്യം തൊട്ട് ഇങ്ങനെയാന്ന് പറഞ്ഞ് ഇവനോട് സോറി പറയും. അപ്പോഴാണ് ജീവനും അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് തണുക്കുന്നുണ്ടോന്ന് പറഞ്ഞ് അവനൊരു തുണിയെടുത്ത് ഇവളുടെ ദേഹത്തിടും. അപ്പോഴാണ് അവളാണ് ടച്ച് ആയിട്ട് ഇവൻ ഇങ്ങനത്തെ ഹാൻസം ആയിട്ട് ഫേസ് ആയിട്ട് ഇതൊക്കെ ചെയ്യുവാണ് മറ്റേ പെമ്പിള്ളേരൊക്കെ ലവ് ആയിട്ട് തെറ്റിയിരിക്കുന്ന പറയും. അപ്പൊ ഈ ഡയലോഗ് കേട്ട് അവനും എങ്കിൽ പിന്നെ ഇവൾക്ക് അങ്ങനത്തെ ചിന്തയൊന്നുമില്ലെന്ന് ചോദിക്കുമ്പോൾ അവള് പെട്ടെന്ന് നെർവസ് ആയി അവിടുത്തെ സ്റ്റാർസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇവള് പെട്ടെന്ന് ടോപ്പിക് അങ്ങ് മാറ്റും. അപ്പൊ അവന് സ്റ്റാർസിനെ കാണാൻ ബ്യൂട്ടിഫുൾ ആണ് ഇവളെ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഒരു കപ്പിൾസ് പബ്ലിക്കായിട്ട് പ്രൊപ്പോസ് ചെയ്യുന്നതിനെ കുറിച്ച് ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ബൻഹിയും അവൾക്ക് പബ്ലിക്കായിട്ട് ഇങ്ങനെ പ്രൊപ്പോസ് ചെയ്യുന്ന ഇഷ്ടമെന്ന് അവളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പിനാണ് ഇവളിങ്ങനെ സംസാരിക്കുന്നതൊക്കെ അവിടുന്ന് ഹൊൻജയും കേട്ടോണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇവന്റെ അമ്മയും മറ്റേ പ്രൊഫസറായിട്ട് ഡേറ്റ് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ അയാളുടെ ഭാര്യയാണ് എന്റെ ഭർത്താവിന് വളച്ചെടുക്കാൻ നോക്കുന്നതെന്ന് പറഞ്ഞ് ഹൊൻജയുടെ അമ്മയെ പിടിച്ച് അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഈ വഴക്കണ്ട് ബൻഹി അടുത്തേ ചെന്ന് തടഞ്ഞു നിർത്തുമ്പോഴാണ് അതേസമയം അവന്റെ അമ്മയും നിന്റെ ഭർത്താവ് ഈ സത്യമൊന്നും പറയാതെ എന്നെ വളച്ചെടുക്കാൻ നോക്കിയെന്ന് പറഞ്ഞ് അവരുടെ ഭാഗത്തുള്ള സത്യമൊക്കെ പറയും. അപ്പോഴാണ് ഈ ലേഡി ഇതൊന്നും വിശ്വസിക്കാതെ നാട്ടുകാരെ നിങ്ങളിത് കണ്ടില്ലേ ഈ പെണ്ണുമ്പോൾ എന്റെ ഭർത്താവിനെ വളച്ചെടുക്കാൻ നോക്കുന്നു ഇവൾക്കൊക്കെ നാണമാനൊന്നുമില്ല എന്നിന് അവര് വഴക്കുണ്ടാക്കുമ്പം ഇതേസമയം അവിടേക്കൊന്ന് ഹൊൻജയാണ് അവന്റെ അമ്മയ്ക്ക് വരാം അവൻ അടുത്തേക്കൊന്ന് സോറി പറയും. ഇതോടെ അവന്റെ അമ്മയും തെറ്റിയാതെ നീ എന്തിനാണ് സോറി അയക്കുന്നതെന്ന് പറഞ്ഞ് അവനെ വഴക്കുറയുമ്പം ഇവൻ അവന്റെ അമ്മയെ വിളിച്ചോണ്ട് പുറത്തേക്ക് ചെല്ലും. അപ്പോഴാണ് ബൻഹി അറിയാൻ വരുന്ന ഇത് അവന്റെ അമ്മയായിരുന്നെന്ന്. അതിനുശേഷം ഇവന്റെ അമ്മയാണ് വിഷമിച്ചിട്ട് നിന്റെ പ്രൊഫസറാണ് ചയച്ചെന്ന് പറഞ്ഞ് അയാൾ കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും ഇവരോട്
പറഞ്ഞില്ലെന്നറിയും. എന്നിട്ട് ഈ പെണ്ണുമ്പോൾ ഇവരായിട്ട് അടിക്കുവാണ്, അത് അവരുടെ ഭാഗത്ത് തെറ്റല്ലെന്ന് പറഞ്ഞ് ഇവൻ എന്തിനിപ്പോ സോറി അയച്ചെന്ന് പറഞ്ഞ് ഹൊൻജയെ വഴക്ക് പറയും. അപ്പരാണ് ഇത് കേട്ട് അവന് വിഷമിച്ചിട്ട്, അമ്മേ നിങ്ങൾക്ക് കുറച്ചെങ്കിലും നാണമാനൊന്നുമില്ല, നിങ്ങൾ എന്നെ നാണം കെടുത്തുക, എനിക്ക് ഭ്രാന്തളകുന്നു എന്നിന് ഇവനും പറയുമ്പം ഇത് കേട്ട് അവന്റെ അമ്മയും നിനക്ക് നാണക്കേടാണോന്ന് പറഞ്ഞ് അവര് ചെയ്ത തെറ്റിന് ഇവന്റെ അമ്മയോട് എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പനാണ് ഹൊൻജ ഇതെല്ലാം കേട്ട് അവനൊന്നും പറയാതെ അവൻ സങ്കടത്തിൽ അവിടെ നിന്ന് പോകും. ഇതേ സമയം ജീവൻ അവന്റെ അനിയത്തിയോട് ആശുപത്രി ചെല്ലുമ്പോഴാണ് അവളാണ് ഇവളെ വിളിച്ച് ശല്യമായി പോകാൻ ചോദിക്കും. അപ്പനാണ് അവനും നിന്നെക്കാളും വലുത് എനിക്ക് വേറെ എന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ ഫസ്റ്റ് ലവ് നീയാന്ന് അവളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അന്ന് രാത്രി ഹൊൻജയും അവന്റെ അമ്മയെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇവൻ ഇങ്ങനെ സങ്കടത്തുള്ള കാര്യം മനസ്സിലാക്കി ബൻഹിയാണ് അവനെ കാണാൻ വേണ്ടി ചെല്ലും. അപ്പനാണ് അവനും ഇവൾക്കും കുടിക്കാൻ വേണ്ടി ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവൾ 63 ബിൽഡിംഗിലേക്ക് വരുന്നതെന്ന് പറഞ്ഞ് ഇപ്പൊ അവനെ വിളിച്ചുകൊണ്ട് അവിടെ ചെല്ലും. അപ്പൊ അവന് 63 ബിൽഡിംഗിന്ന് ഇവൾ എന്തിനാ ഇതിനെ വിളിക്കുന്നത് ചോദിക്കുമ്പോൾ ഇവളുടെ വിഷമങ്ങൾ മാറാൻ വേണ്ടി ഇവൾ ഈ ബിൽഡിങ്ങിന്റെ 63 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാ വരുന്നതെന്ന് പറയും. അങ്ങനെ അതുകൊണ്ടാ അവൾ ഇതിന് പേരിട്ടെന്ന് ഇപ്പൊ അവനോട് സംസാരിക്കുമ്പോൾ അവന്റെ അമ്മയുടെ സംഭവങ്ങളൊക്കെ ഇവൾ കണ്ടു കാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവന്റെ അമ്മ എപ്പോഴും ഇങ്ങനെയാന്ന് പറയും. കൂടാതെ അവരുടെ സിറ്റുവേഷൻ നിന്ന് മനസ്സിലാക്കിയപ്പോഴാ ഇവൾ എങ്ങനെ ഫീൽ ചെയ്തെന്ന് അവന് മനസ്സിലായെന്ന് പറഞ്ഞ് അന്ന് ഇവളുടെ അനുവാദമില്ലാതെ കിസ് ചെയ്തതിന് അവനിപ്പോ സോറി പറയും. കൂടാതെ മറ്റയാൾ വെറുപ്പിക്കാൻ വേണ്ടി ഒന്നല്ല ഇവൻ അങ്ങനെ ഒരു കാര്യം ചെയ്തെന്ന് പറഞ്ഞ് അവന്റെ മനസ്സിൽ നിന്ന് ഇവളോട് സോറി പറയുമ്പോൾ അത് മനസ്സിലാക്കി അവൾ ഇമോഷണൽ ആയിരിക്കും. അപ്പോഴാണ് അവിടേക്കൊന്ന് വാച്ച്മാൻ ആണ് ഈ സമയത്ത് നിങ്ങൾ ഇവിടെ എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവർ താഴേക്ക് പോകാൻ പറയും. അതിനുശേഷം അടുത്ത ദിവസം കോളേജ് വെച്ച് ഇവരെല്ലാം ക്രിസ്മസിന്റെ ഡെക്കറേഷൻ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് കൂട്ടാനാണ് ഇന്ന് ഹൊൻജ വരാത്തത് അവന് പനിയാന്ന് ബൻഹിയെ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ അവന് സീരിയസ് അല്ലാണെന്ന് പറഞ്ഞ് ഇവളെ വിഷമിച്ച് തിരക്കുമ്പോൾ അവൻ അത്രയ്ക്ക് സീരിയസ് ഒന്നല്ല, നിനക്ക് പറ്റുവാണ് ഞാൻ തരുന്ന ടാബും ഫുഡും കൂടെ അവന്റെ കൊടുത്തയക്കുമെന്ന് ഇവൻ മനപ്പുറം ബൻഹിയെ അവന്റെ വീട്ടിലെ പറഞ്ഞയക്കും. അതിനെ ഇവള് സന്തോഷത്തി ആ കാറിന് യൂസ് ചെയ്ത് ഹൊൻജയെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അവന്റെ വീട്ടിൽ വാതിലുറന്ന് ഹ്യൂറിയുമാണ് പുറത്തേക്ക് ഇറങ്ങിയതും. അതോടെ ഇവള് മൊത്തം ഷോക്കായിരിക്കുമ്പോൾ അവളാണ് ഹൊൻജ അകത്ത് റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇവളിപ്പോ എന്തിനാ വന്നേന്ന് ചോദിക്കും. അപ്പോഴാണ് ബൻഹിയും അവൾ ഈ ടാബും ഫുഡും തരാൻ വേണ്ടി വന്നേന്ന് പറഞ്ഞിട്ട് അവൻ ഉറങ്ങുവാണ് ഇവൾ വന്ന കാര്യം പിന്നീട് പറയാൻ വേണ്ടി പറയും. അതിനുശേഷം അവൾ അവിടുന്ന് പോയതിനു ശേഷം ഇവിടെ യൂറിയും അകത്തേക്ക് കയറി വരുമ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന അവനാണ് ഷോക്കായിട്ട് ഇവൾ അങ്ങനെ അകത്തേക്ക് കയറി ചോദിക്കും. അപ്പോഴാണ് അവളും ഇവൻ പാസ്വേഡ് ഇതുവരെ മാറ്റില്ലേന്ന് ചോദിച്ചോണ്ട് ഇവന്റെ ഒരു ഫ്രണ്ട് ഈ ഫുഡും ടാബ് കൊണ്ടുവന്നേന്ന് പറയും. പക്ഷെ അവള് ബൻഹിയാന്ന് അറിയത്തില്ല. അതിനുശേഷം അവനും ദേഷ്യത്തി നിന്നോട് ഞാൻ അവസാനം പറഞ്ഞല്ലേ എനിക്ക് നിന്നെ കാണണ്ട, നിന്നെ കാണുമ്പോ എനിക്ക് നല്ലോണം ഹേർട്ടാവുന്നു എന്നിന് അവനും അവളെ പറഞ്ഞയക്കാൻ നോക്കുമ്പം അവൾ ഇവന് മാത്രമല്ല സങ്കടം അവൾക്കും സങ്കടം ഉണ്ടെന്ന് അറിയും. ഇത് കേട്ട് ഹഞ്ചയാണ് ദേഷ്യത്തി നീ തെറ്റ് ചെയ്തിട്ട് നിനക്ക് സങ്കടം വരുന്നു, ഒരു ബന്ധത്തിൽ രണ്ടുപേരും കൂടെ സംസാരിച്ച തീരുമാനം എടുക്കുന്നത് അല്ല, നിനക്ക് തോന്നുമ്പോ നിന്റെ ഇഷ്ടത്തിന് നീ വിദേശത്തൊക്കെ പറയാതെ പോയാ പിന്നെ ഞാനെന്തോ മണ്ടനോ, അതുകൊണ്ട് പ്ലീസ് ഇനി നീ എന്നെ ശല്യപ്പെടുത്തല്ലേ എന്നിന് ഇവനും അവളെ പറഞ്ഞയക്കാൻ നോക്കും. അപ്പോഴാണ് അവള് പോകുന്ന മുമ്പേ ഇവന് വേണ്ടി മെഡിസിൻ ഒക്കെ വാങ്ങിച്ചിട്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ജീവൻ കോളേജിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് അവന്റെ അനിയത്തിയും ഇന്ന് രാത്രി ഇവളുടെ കൂടെ എക്സിബിഷൻ വരാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇന്ന് വരാൻ പറ്റത്തില്ല, ബൻഹിയുടെ കൂടെ കോളേജ് ഫെസ്റ്റിവൽ കാണാൻ പോവാന്ന് പറയും. അത് കേട്ട് അവളാണ് അസൂയപ്പെട്ടിട്ട് ആദ്യമായിട്ട് നീ നോ പറഞ്ഞെന്ന് അവളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇവിടെ കോളേജ് വെച്ച് കൂട്ടുകാരനാണ് ഇന്നലെ ബൻഹി ടാബായിട്ട് ഫുഡായിട്ടൊക്കെ വീട്ടിൽ വന്നാന്ന് ചോദിക്കും. ഇത് കേട്ട് ഹൊഞ്ചാണ് ഷോക്കായിട്ട് എന്തോ അവൾ ഇന്നലെ എന്റെ വീട്ടിൽ വന്നായിരുന്നു എന്നിന് അവൻ അപ്പോഴാ മനസ്സിലാവുന്ന മറ്റവള് ഫ്രണ്ട് എന്ന് ഉദ്ദേശിച്ച ഇവളെയാണെന്ന്. അതോടൊപ്പം തന്നെ ബൻഹിയെ കാണാൻ ചെല്ലുമ്പം ഇവന്മാരാണ് തടഞ്ഞു നിർത്തിയിട്ട് ഇവന്മാർക്കിപ്പോ ക്യാമറയൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് പറയും. അതേസമയം ഇവിടെ ബൻഹി ജീവന്റെ കൂടെ പുറത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളാണ് അവിടുത്തെ ഒരു ക്രിസ്മസ് ട്രീ പോലെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, അതിനകത്ത് ഇഷ്ടമുള്ളവരുടെ പേരൊക്കെ എഴുതി പ്രപ്പോസ് ചെയ്യാന്ന് പറയും. അങ്ങനെ അതൊക്കെ കണ്ടോണ്ട് ഇവരവിടുത്തെ ഒരു പരിപാടി കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അതേസമയം ആ ലവ് പ്രപ്പോസൽ ട്രീ വേറൊരുത്ത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. ഇവൻ ബൻഹിയുടെ ചൈൽഡ്ഹുഡ് ക്രഷാണ്. അതിനുശേഷം ആ പരിപാടിക്കിടയിൽ ഇവിടെ ഹൊൻജ ക്യാമറ നോക്കാതെ അവൻ എപ്പോഴും ബൻഹി ആയിരിക്കും ആ കൂട്ടത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ പരിപാടി നടത്തുന്ന യൂറിയുമാണ് അവളുടെ മൈക്ക് ശരിയല്ലെന്ന് പറഞ്ഞ് ഹൊൻജൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ ഇവൻ ഇങ്ങനെ ശരിയാക്കുന്ന അതേസമയം ബൻഹിയാണ് ഇത് കണ്ട് അപ്സെറ്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന ജീവനും ഇവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവളാണ് ഒന്നില്ലെന്ന് പറഞ്ഞിട്ട് അത് മൈൻഡ് ചെയ്യാതിരിക്കും. അങ്ങനെ അതിനുശേഷം അവിടെ ആൾക്കാരൊക്കെ പാട്ട് പാടിയതിനു ശേഷം മറ്റേ ലവ് പ്രപ്പോസൽ ട്രീ എടുത്തോണ്ട് വന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് ലെറ്റർസ് അവർ വായിക്കാൻ പോകാന്ന് പറയും. അങ്ങനെ ഇതോടെ കുറച്ച് പേര് ഇവിടെ പുതിയ കപ്പിൾസ് ഒക്കെ ആവെന്ന് പറഞ്ഞ് അവൾ ആദ്യം അതിൽ നിന്ന് ലെറ്റർ എടുത്ത് വായിക്കുമ്പോഴാണ് വേറൊരു പയ്യനെ ആരാണ്ടോ ഒരാൾ ഇഷ്ടമെന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കും. അപ്പോഴാണ് അവന് സ്റ്റേജ് വിളിച്ചു വരുത്തിയിട്ട് ഇത് എഴുതി ആരാന്ന് ഇവനെല്ലാം പിടിയുണ്ടോന്ന് ചോദിക്കുമ്പോൾ അവന് എനിക്കറിയാവുന്ന ഒരു കൊച്ചു തന്നെയാന്ന് പറഞ്ഞിട്ട് അവസാനം അവളും കൂടെ സ്റ്റേജിലേക്ക് വിളിക്കും. അങ്ങനെ ഇവർ തമ്മിൽ കപ്പിൾസ് ആക്കിയതിനു ശേഷം അടുത്ത ലെറ്റർ എടുത്ത് വായിക്കുമ്പോഴാണ് അത് ബൻഹിക്ക് ആരാണ്ട് എഴുതിയ ലെറ്ററാന്ന് ഇവൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് അവളും കുറച്ച് വിഷമിച്ച് ഹൊൻജായിരിക്കും ഇത് എഴുതിയിരിക്കുന്ന പറഞ്ഞ് അവൾ കുറച്ച് അസൂയപ്പെട്ട് ബൻഹിയുടെ കൂടെ ആരാണ്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ ആഗ്രഹിക്കുവാന്ന് അവൾ ആ ലെറ്റർ എഴുതിയിട്ടേക്കെന്ന് വായിച്ചു പറയും. ഇത് കേട്ട് അവളാണ് മൊത്തം ഷോക്കായിട്ട് എനിക്ക് ആരും എഴുതിയെന്ന് പറഞ്ഞ് അവളിങ്ങനെ കൺഫ്യൂസ് ആയിരിക്കുമ്പം എല്ലാരും കൂടെ ഇവളെ പിടിച്ച് സ്റ്റേജിലേക്ക് കയറ്റും. അതിനെ ഷിയൂറിമും ഇവൾക്ക് എഴുതിയത് ആരാന്ന് അറിയാൻ അവൾക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ ആ വ്യക്തിയെ സ്റ്റേജിലേക്ക് വരാൻ പറയുമ്പോഴാണ് കുറെ സമയമായിട്ട് ഹാർഡി ഒരു അനക്കം പോലും കാണത്തില്ല. അതുകൊണ്ട് എല്ലാരും കൂടെ ചിലപ്പോൾ ഇവൾ ആരണ്ട് പ്രാങ്ക് ചെയ്താണെന്ന് പറഞ്ഞ്
അവരൊക്കെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങുമ്പം അതേസമയം ഇവള് നാണം കെടാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ജീവനാണ് അവനായി കാർഡ് എഴുതിയെന്ന് പറഞ്ഞ് അവ സ്റ്റേജിലേക്കും കയറും. പക്ഷെ സത്യത്തിൽ അവനല്ല കാർഡ് എഴുതിയ. അങ്ങനെ ഇവനിങ്ങനെ സ്റ്റേജിലേക്ക് കയറിയിരുന്നുണ്ട് ഹോൺജിയും കുറച്ച് ഷോക്കായി നോക്കും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അതിനുശേഷം എന്തൊക്കെ സമയത്ത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.